ഹായ് ഗൈസ്, നമസ്കാരം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്നൊരു ബ്രൈഡൽ സ്കിൻ കെയർ റൂട്ടീനെ പറഞ്ഞുതരാൻ പോണം. അപ്പോൾ ഈ സ്കിൻ കെയർ റൂട്ടീൻ നമ്മുടെ ബ്രൈഡിനും ഗ്രൂമിനും അടിപൊളിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ കല്യാണത്തിന് ഒരു 3 to 6 months മുമ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ കല്യാണ ദിവസം നിങ്ങളുടെ സ്കിന്നില്ലേ നല്ല ഗ്ലാസ് പോലെ തുടങ്ങും. ഒരു 8 to 12 weeks നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലേ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ നിങ്ങൾ യൂസ് ചെയ്യേണ്ട സ്കിൻ കെയർ പ്രൊഡക്ട്സും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഡയറ്റും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഫേസ് പാക്കും അതുപോലെ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചു കൊണ്ടൊരു ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇടയ്ക്ക് സ്കിപ്പ് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് എല്ലാവരും മസ്റ്റ് ആയിട്ട് ഫുള്ളും കാണുക. ഓക്കെ. അപ്പൊ ഇന്നത്തെ ഈ ബ്രൈഡൽ സ്കിൻ കെയർ റൂട്ടിൽ ഞാൻ പറയുന്ന പ്രൊഡക്ട്സ് എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് സെറ്റാണ്, ഇൻക്ലൂഡിങ് ഹൈലി സെൻസിറ്റീവ് സ്കിന്ന്, ഓയിലി സ്കിന്ന്, ആക്നെ പ്രോൺ സ്കിന്ന്, ഡ്രൈ സ്കിന്ന്, എല്ലാവർക്കും ആപ്റ്റാകുന്ന രീതിയിലുള്ള സ്കിൻ കെയർ റൂട്ടിലാണ് ഞാൻ പറയാൻ പോണത്. അപ്പൊ നമ്മുടെ ഈ സ്കിൻ കെയർ റൂട്ടീനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബേസ് ആയിട്ട് എന്താ നമുക്ക് വേണ്ടത്? നല്ലൊരു ക്ലെൻസർ. അതായത് നമ്മുടെ ഫേസിലെ എക്സസീവ് ഡേർട്ടും ഓയിലൊക്കെ മാറി നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യണം. അതിന് ബെസ്റ്റ് ആയിട്ടുള്ള 2 ക്ലെൻസേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ അഫോർഡബിൾ, നിങ്ങളുടെ ബഡ്ജറ്റ് നോക്കി നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഏതൊക്കെയാണ് ആ ക്ലെൻസേഴ്സ് എന്ന് അറിയാവുക? ഒന്നെങ്കിൽ നിങ്ങൾക്ക് സെറ്റാഫിൽ എന്ന ബ്രാൻഡിന്റെ ജെന്റിൽ സ്കിൻ ക്ലെൻസർ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ എന്ന ബ്രാൻഡിന്റെ റീഫ്രഷിംഗ് ഫേസ് വാഷ്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ക്ലെൻസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ 2 ക്ലെൻസേഴ്സ് കണ്ടല്ലോ, ഇത് രണ്ടിൽ ഏതെങ്കിലും ക്ലെൻസർ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് 30 to 40 seconds നിങ്ങൾ ലൈറ്റ് ആയിട്ടൊന്ന് മസാജ് ചെയ്യുക ഫേസ്. എന്നിട്ട് വാഷ് ചെയ്ത് കളയുക. എന്നിട്ട് മുഖം ഡ്രൈ ആക്കുക. അതിനുശേഷം നമുക്ക് എന്താ വേണ്ടത്? നല്ലൊരു സ്കിൻ ബ്രൈറ്റനിങ് സെറം. അതിന് ഏറ്റവും ബെസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞാൽ വൈറ്റമിൻ സി ആണ്. ഈ വൈറ്റമിൻ സി ആണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും സേഫസ്റ്റും ഏറ്റവും ടോപ്പ് ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഈ വൈറ്റമിൻ സി അടങ്ങിയ 2 സെറംസ് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഏതെങ്കിലും ഒരു സെറം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് മിനിമാലിസ്റ്റ് എന്ന ബ്രാൻഡിന്റെ വൈറ്റമിൻ സി 10% സെറം യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ പിൽഗ്രിം എന്ന ബ്രാൻഡിന്റെ വൈറ്റമിൻ സി 10% സെറം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും സെറം നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. 3 to 4 drops ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 1 minute നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇത് ഫുള്ളി അബ്സോർബ് ആകാൻ വേണ്ടിയാണ്. ഈ 1 minute ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നല്ലൊരു മോയ്സ്ചറൈസർ. അതിന് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ സെറാമൈഡ്സ് ഇല്ലേ, സ്കിൻ ബാരിയർ എപ്പോഴും നല്ല ഹെൽത്തി ആയിരിക്കാനും നല്ല ഗ്ലോ ആയിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇപ്പോൾ സെറാമൈഡ്സ്. അപ്പോൾ ഈ സെറാമൈഡ്സ് അടങ്ങിയ മോയ്സ്ചറൈസർ വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 2 മോയ്സ്ചറൈസർ ഞാൻ പറഞ്ഞുതരാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡോട്ട് ആൻഡ് കീ എന്ന ബ്രാൻഡിന്റെ സെറാമൈഡ്സ് പ്ലസ് ഹൈലോണിക് ആസിഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഡെർമാക്കോ എന്ന ബ്രാൻഡിന്റെ സെറാമൈഡ്സ് പ്ലസ് നിയാസിനമൈഡ് കണ്ടന്റ് ഉള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ മോയ്സ്ചറൈസർ നിങ്ങളുടെ ഫേസിൽ പുരട്ടിയ ശേഷം ഒരു 5 minute നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്തിനാണെന്നറിയാലോ? ഇത് ഫുള്ളി അബ്സോർബ് ആകാൻ വേണ്ടിയാണ്. ഫുള്ളി അബ്സോർബ് ആയ ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നല്ലൊരു സൺസ്ക്രീൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അതിന് ഏറ്റവും ബെസ്റ്റ് 2 സൺസ്ക്രീൻ ഞാൻ പറഞ്ഞുതരാം. ഈ 2 സൺസ്ക്രീനിലും SPF 50+ തന്നെ വേണം. അത് നിങ്ങൾ വീട്ടിലാണേലും പുറത്താണേലും മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ റീഅപ്ലൈ ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് പുറത്തേക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞ് ഈ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യണം. അതല്ലാതെ ഓഫീസ് ജോബും കാര്യങ്ങളൊക്കെ ആൾക്കാരാണെങ്കിൽ ഒരു വട്ടം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഏതൊക്കെയാണ് സൺസ്ക്രീൻ അറിയാവോ? ഒന്നെങ്കിൽ നിങ്ങൾക്ക് മിനിമാലിസ്റ്റ് എന്ന ബ്രാൻഡിന്റെ ലിക്വിഡ് ഫ്ലൂയിഡ് SPF 50+ സൺസ്ക്രീൻ യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സിക്സ്ഡെർമ എന്ന ബ്രാൻഡിന്റെ ഷാഡോ പോർ മിനിമൈസിംഗ് ജെൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ. ഇനി നമുക്ക് നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ പറയാം. പക്ഷെ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു ടൈമിൽ കഴിച്ചിരിക്കേണ്ട ഒരു 5 സൂപ്പർ ഫുഡ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ നൈറ്റ് സ്കിൻ കെയർ റൂട്ടിലേക്ക് പോകാൻ. കാരണം ഈ ഒരു ഫ്ലോയിൽ പോയാലേ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. കാര്യം നമുക്ക് രാവിലത്തോടെ സഞ്ചരിച്ചുകൊണ്ട് രാത്രിയിലേക്ക് പോകാം. അപ്പം നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ അവക്കാഡോ ആണ്. പച്ച മലയാളത്തിൽ വെണ്ണപ്പഴം എന്ന് പറയും. ഈ അവക്കാഡോ ഏറ്റവും മെയിൻ പറഞ്ഞാൽ അവക്കാഡോ റിച്ച് ഇൻ ആന്റി ഓക്സിഡൻസ് ആണ്. അതുപോലെ നമ്മുടെ ഗ്ലൂട്ടാത്തിയോൺ ഇല്ലേ, ഗ്ലൂട്ടാത്തിയോന്റെ കലവറയാണ് ഈ പറഞ്ഞ അവക്കാഡോ. അപ്പോൾ ഈ അവക്കാഡോ നിങ്ങളുടെ ഡെയിലി നിങ്ങൾ ഡയറ്റിൽ ആഡ് ചെയ്യാൻ നോക്കുക. ഡെയിലി ഒരെണ്ണം നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോട് കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ട ഫുഡ് എന്ന് പറയുന്നത് മുട്ടയാണ്. മുട്ടയുടെ ഏറ്റവും മെയിൻ ഗുണം മുട്ട റിച്ച് ഇൻ ബയോട്ടിൻ ആണ്. അതുപോലെ ധാരാളം മൈക്രോ ന്യൂട്രിയൻസും വൈറ്റമിൻസും ഉണ്ട്. ഇതെല്ലാം നമ്മുടെ സ്കിൻ ഗ്ലോയ്ക്കും അതുപോലെ നമ്മുടെ ഹെയറിന്റെ ഹെൽത്ത് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ബെസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു മുട്ട അത് 1 അല്ലെങ്കിൽ 2 കോഴിമുട്ട നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയോ അല്ലെങ്കിൽ ലഞ്ചിന്റെ കൂടെയോ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒമേഗ 3 ഇല്ലേ, ഈ ഒമേഗ 3 കണ്ടന്റ് അടങ്ങിയ ഫിഷസ് ആണ്. അതിന് ഏറ്റവും ബെസ്റ്റ് സാർഡിൻ അല്ലെങ്കിൽ സാൽമൺ.
എന്ന് പറഞ്ഞാൽ നമ്മുടെ മത്തി അല്ലെങ്കിൽ അയില പോലത്തെ മത്സ്യങ്ങളില്ലേ, ഇതിലെല്ലാം omega-3 ഫാറ്റി ആസിഡ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. ഈ omega-3യുടെ മെയിൻ ഗുണം നമ്മുടെ സ്കിൻ ബാരിയർ എപ്പോഴും നല്ല ഹെൽത്ത് ആയിട്ടിരിക്കാൻ സഹായിക്കും. അതുപോലെ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ടൈപ്പ് ഇറിറ്റേഷനോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്യൂർ ചെയ്യാൻ ഈ omega-3 സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ സ്കിൻ ഇൻഫ്ലമേഷൻ ഇല്ലേ, ഈ ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കാൻ ഈ ഒരു omega-3 ഇൻഗ്രീഡിയന്റ് സൂപ്പറാണ്. അപ്പോൾ ഈ omega-3 കണ്ടുടങ്ങിയ ഇതിൽ ഏതെങ്കിലും മത്സ്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉച്ചക്ക് നിങ്ങളുടെ മീലിന്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ നാലാമത്തെ സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞ് വൈറ്റമിൻ സി കണ്ടിറങ്ങിയ സിട്രസ് ഫ്രൂട്ട്സ് ആണ്. എന്ന് പറഞ്ഞാൽ പുളിരസമുള്ള ഫ്രൂട്ട്സ്, ഓറഞ്ച് അല്ലെങ്കിൽ ഗുവാവ അല്ലെങ്കിൽ നമ്മുടെ നാരങ്ങയില ലെമൺ, ഇതൊക്കെയാണ് സിട്രസ് ഫ്രൂട്ട്സ് വിഭാഗത്തിൽപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നിങ്ങൾക്ക് ഡെയിലി ഡയറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. വൈകുന്നേരങ്ങളിൽ ഏതെങ്കിലും സമയങ്ങളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ജ്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ റോ ആയിട്ടോ കഴിക്കാവുന്നത്. ജ്യൂസ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും ഷുഗർ ഇടരുത്, ജ്യൂസ് ആയിട്ട് കുടിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റോ ആയിട്ട് കഴിക്കാവുന്നതാണ്. ഇനി നമ്മുടെ അഞ്ചാമത്തെ ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ നട്ട്സ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പലണ്ടി, വാൽനട്ട്, കാഷ്യൂ നട്ട്, ബദാംസ്, അങ്ങനത്തെ നട്ട്സ് ഇല്ലേ, ഈ നട്ട്സ് ആണ് നമ്മുടെ അഞ്ചാമത്തെ സൂപ്പർ ഫുഡ്. നട്ട്സ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഇയുടെ കലവറയാണ്. ഈ വൈറ്റമിൻ ആണ് നമ്മുടെ സ്കിന്നിന് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ട് നമ്മുടെ ഹെൽത്തി ആയിട്ട് നിൽക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ഈ നട്ട്സിൽ ധാരാളം ബയോട്ടിനും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഹെയർ ഗ്രോത്തിന് നമ്മളെ സഹായിക്കും. അപ്പോൾ ഏതെങ്കിലും നട്ട്സ്, ഇപ്പോൾ കപ്പലണ്ടി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പിടി കഴിക്കാവുന്നതാണ്. അതല്ല ബദാം, കാഷ്യൂ പോലത്തെ നട്ട്സ് ആണ് നിങ്ങൾക്ക് ഡെയിലി 5 സെർവിങ്സ്, ഞാൻ 5 എണ്ണം വെച്ച് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഈവനിങ് സ്നാക്കായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം പറഞ്ഞാൽ നിങ്ങൾ വെള്ളം 2 to 3 ലിറ്റേഴ്സ് മസ്റ്റ് ആയിട്ട് കുടിക്കുക. അതുപോലെ വീക്കിലി ഒരു 2 അല്ലെങ്കിൽ 3 ടൈംസ് നമ്മുടെ ഇളനീർ വെള്ളമില്ലേ, നമ്മുടെ കരിക്കും വെള്ളം, ഈ കരിക്കും വെള്ളം നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നത്. കരിക്കും വെള്ളം സൂപ്പറാണ്, നമ്മുടെ സ്കിൻ ഗ്ലോ ചെയ്യിക്കാനും സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യിക്കാനും സ്കിൻ നല്ല ഹെൽത്തി ആയിരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു സൂപ്പർ ഡ്രിങ്ക് ആണ് ഈ പറഞ്ഞ കരിക്കും വെള്ളം. ഈ ഡയറ്റിൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഷുഗർ ഐറ്റംസ് ആഡ് ചെയ്യരുത്. അതുപോലെ തന്നെ എണ്ണ പലഹാരങ്ങൾ മാക്സിമം കട്ട് ചെയ്യുക. അതുപോലെ ജങ്ക് ഫുഡ്സ് ഒക്കെ പരമാവധി കട്ട് ചെയ്യുക. ഈ ഒരു കട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഈവനിങ്ങിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് വേണ്ടത് നല്ലൊരു ഫേസ് പാക്ക് ആണ്, നല്ലൊരു സ്കിൻ ഗ്ലോയിങ് ഫേസ് പാക്ക് ആണ്. അതിന് ഏറ്റവും ബെസ്റ്റ് ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞാൽ മുൾട്ടാനി മിട്ടിയാണ്. എന്ന് പറയുന്നത് നമ്മുടെ നിലംതൊടാമണ്ണ്. ഈ മുൾട്ടാനി മിട്ടി നിങ്ങൾ മേടിക്കുക, അതിൻ്റെ കൂടെ റോസ് വാട്ടർ ഇല്ലേ, റോസ് വാട്ടർ മേടിക്കുക. അപ്പോൾ ഈ മുൾട്ടാനി മിട്ടി നിങ്ങൾ ചെറിയ ബൗളിലേക്ക് ഇട്ടിട്ട് 1 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ മുൾട്ടാനി മിട്ടി നിങ്ങൾ ഇടുക, നിങ്ങളുടെ ആവശ്യാനുസരണം. എന്നിട്ട് അതൊന്ന് കുറുകുന്ന പാകത്തിൽ നിങ്ങൾ ഈ റോസ് വാട്ടർ വെച്ച് മിക്സ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ലൈറ്റായിട്ട് പേസ്റ്റ് പോലെ ആകുന്ന പാകത്തിൽ നിങ്ങൾ ഇത് മിക്സ് എടുക്കുക. എന്നിട്ട് ഈ ഒരു മിക്സിങ് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് മാക്സിമം. അത് കഴിയുമ്പോൾ നിങ്ങൾ ലൈറ്റ് ആയിട്ട് വാഷ് ചെയ്യുക, സോപ്പ് ഇടത് ലൈറ്റ് ആയിട്ട് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഒന്നത്താണ് യൂസ് ചെയ്യാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് യൂസ് ചെയ്യുക, നാളെ വേണ്ട, മറ്റന്നാൾ. അപ്പോൾ ഈ ഫേസ് പാക്ക് കഴുകിയ ശേഷം ഒരു അരമണിക്കൂർ നിങ്ങൾ വെയിറ്റ് ചെയ്ത ശേഷം വേണം നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടിലേക്ക് പോകാൻ. അപ്പോൾ നൈറ്റ് സ്കിൻ കെയർ റൂട്ടിൽ നമുക്ക് 3 സ്കിൻ ബ്രൈറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുണ്ട്. 1 കോജിക് ആസിഡ്, 2 ആൽഫ ആർബിയൂട്ടിൻ, 3 നിയാസിനമൈഡ്. ഈ കോജിക് ആസിഡും ആൽഫ ആർബിയൂട്ടിനും സ്കിൻ ലൈറ്റനിങ് ഏജന്റാണ്. ഈ നിയാസിനമൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെബം കൺട്രോളറാണ്. കാര്യം നമ്മുടെ മുഖത്തെ ഈ സെബേഷ്യസ് ഗ്രന്ഥികളുണ്ട്, ഈ ഗ്രന്ഥികളാണ് നമ്മുടെ സ്കിന്നിൽ ഓവറായിട്ട് സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നിയാസിനമൈഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഈ സെബം പ്രൊഡക്ഷൻ കുറയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ ആക്നെ റിഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസ് അടങ്ങിയ സ്കിൻ ബ്രൈറ്റനിങ് ക്രീം വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ. അതിന് 2 സ്കിൻ ബ്രൈറ്റനിങ് ക്രീംസ് ഞാൻ പറഞ്ഞുതരാം. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ ജഗദീഷ് സഖയുടെ കോജി ക്ലിയർ സ്കിൻ ബ്രൈറ്റനിങ് ക്രീം യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെർമാടച്ച് എന്ന ബ്രാൻഡിന്റെ കോജിക് ആസിഡ് 2% സ്കിൻ ബ്രൈറ്റനിങ് ക്രീം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ബ്രൈഡൽ സ്കിൻ കെയർ റൂട്ടീൻ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ ഈ സ്കിൻ കെയർ റൂട്ടീൻ പറഞ്ഞ പ്രോഡക്ട്സ് എല്ലാം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. വേണമെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.